നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധത്തെ തുടർന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായേക്കുമെന്ന ആശങ്ക വീണ്ടും ഉയർത്തി. ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ബോട്ടുകൾ തകർക്കുന്നതിന് ഉത്തരവിട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമൂസിൽ കഴിഞ്ഞ ദിവസം ഇറാൻ 3 കപ്പലുകൾ ആക്രമിക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ട്രംപ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഹോർമൂസിൽ തടസ്സം നിൽക്കുന്ന ഏത് ബോട്ടും വെടിവെച്ച് വീഴ്ത്താൻ നാവികസേനയോട് ഉത്തരവിട്ടതായി ട്രംപ് അറിയിച്ചു. ഹോർമൂസിലെ ഇറാന്റെ നാവികസേനാ ബോട്ടുകൾ തകർക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയർന്നതോടെ വിമാനയാത്രാ നിരക്കിൽ വൻ വർധന രേഖപ്പെടുത്തി. പ്രമുഖ പ്രൈസ് കമ്പാരിസൺ പ്ലാറ്റ്ഫോമായ ഐഡിയാലോ നടത്തിയ പഠനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. ഇന്ധനവില വർധനവിന്റെ ഭാരം വിമാന കമ്പനികൾ യാത്രക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് നിരക്ക് വർദ്ധിക്കാൻ പ്രധാന കാരണം. വിമാന ടിക്കറ്റ് നിരക്കിൽ ശരാശരി 14% വർധനവുണ്ടായി. എന്നാൽ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിരക്ക് ഇതിലും വലിയ വർധനമാണ് കാണിക്കുന്നത്. സ്റ്റുട്ട്ഗാർട്ട്, ബെർലിൻ, ഹാംബുർഗ്, ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൂടുതൽ നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചില റൂട്ടുകളിൽ ലുഫ്താൻസ മറ്റു വിമാന കമ്പനികളെക്കാൾ വലിയ നിരക്ക് വർധനയാണ് വരുത്തിയത്. ഉദാഹരണത്തിന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പാലിയിലേക്കുള്ള ലുഫ്താൻസ ടിക്കറ്റുകൾക്ക് 36% വരെ വില കൂടി. യുദ്ധം കാരണമുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഉയർന്ന നിരക്കും കാരണം യാത്രക്കാർ തങ്ങളുടെ യാത്രാ പ്ലാനുകളിൽ മാറ്റം വരുത്തുമെന്നാണ് കരുതുന്നത്. ദുബായ്, അബുദാബി തുടങ്ങിയ എമിറേറ്റ്സിലേക്കുള്ള ബുക്കിംഗിൽ 93% ഇടിവുണ്ടായി. അമേരിക്കയിലേക്ക് 46%, തുർക്കിയിലേക്ക് 44%, ഈജിപ്ത് 43% യാത്രക്കാർ കുറഞ്ഞു. യുദ്ധഭീതി കുറഞ്ഞ ക്രൊയേഷ്യ, ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ യാത്ര പോകുന്നത്. ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ടോക്കിയോയാണ് പ്രധാനമായും തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി ഫ്രഞ്ച് വിമാനത്താവളങ്ങൾ വഴി വീസ ഇല്ലാതെ പറക്കാം. ട്രാൻസിറ്റ് വീസ ഒഴിവാക്കി ഫ്രാൻസ്. വിദേശയാത്ര നടത്തുന്ന ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസമായി ഫ്രഞ്ച് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഫ്രാൻസിലെ വിമാനത്താവളങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി മുതൽ എയർപോർട്ട് ട്രാൻസിറ്റ് വീസ ആവശ്യമുണ്ടാകില്ലെന്ന് ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു. നേരത്തെ ഇന്ത്യൻ സന്ദർശനത്തിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതോടെ പാരീസ് ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് നഗരങ്ങൾ വഴി യൂറോപ്പിന് പുറത്തേക്കും മറ്റും യാത്ര ചെയ്യുന്നവർക്ക് അധിക സാമ്പത്തിക ബാധ്യതയും നടപടിക്രമങ്ങളും ഒഴിവാകും. ഫ്രാൻസിന്റെ ഈ സുപ്രധാന തീരുമാനത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഇന്ത്യൻ യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന നീക്കത്തിന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഫ്രഞ്ച് സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഈ ഇളവ് വലിയ മുതൽക്കൂട്ടാവും. 2 രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഷെങ്കൻ രാജ്യങ്ങളല്ലാത്ത ഇടങ്ങളിലേക്ക് ഫ്രാൻസ് വഴി പോകുന്നവർക്കായിരുന്നു ട്രാൻസിറ്റ് വീസ നിർബന്ധമാക്കിയിരുന്നത്. ഇതുപോലെ തന്നെ ജർമ്മനിയിലൂടെ കടന്നുപോകുന്ന ഇന്ത്യക്കാരായ യാത്രക്കാർക്കും ട്രാൻസിറ്റ് വീസ ഒഴിവാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ സ്വപ്നഭൂമിയായ അമേരിക്കയോടുള്ള താല്പര്യം ഇന്ത്യൻ വംശജർക്കിടയിൽ കുറയുന്നതായി പുതിയ സർവേ വെളിപ്പെടുത്തുന്നു. അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരിൽ 40% പേരും രാജ്യം വിടുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നതായിട്ടാണ് സർവേ വ്യക്തമാക്കുന്നത്. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവരിൽ 58% പേരും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണം അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ധ്രുവീകരണവും അസ്ഥിരതയും പ്രവാസികളെ ആശങ്കയിലാക്കുന്നു. വിദ്വേഷ പ്രസംഗങ്ങളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും ഇന്ത്യൻ സമൂഹത്തിനിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വങ്ങളുമാണ് മറ്റു കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും അതിരൂക്ഷമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള അമേരിക്കൻ റേഡിയോ അവതാരകൻ മൈക്കിൾ സാവേജിന്റെ വംശീയ പരാമർശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തത്. ഇന്ത്യയും ചൈനയും നരകക്കുഴികളെന്നാണ് സാവേജ് വിശേഷിപ്പിച്ചത്. മൈക്കിൾ സാവേജിന്റെ സാവേജ് നേഷൻ എന്ന പോഡ്കാസ്റ്റിലായിരുന്നു വിവാദ പരാമർശങ്ങൾ. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും എത്തുന്ന കുടിയേറ്റക്കാരെ ലാപ്ടോപ്പുകളുമായി എത്തിയ ഗുണ്ടകളെന്ന് അദ്ദേഹം വിളിച്ചു. ഇന്ത്യക്കാരും ചൈനക്കാരും അമേരിക്കൻ പതാകയെ അപമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവർ മാഫിയ കുടുംബങ്ങളെക്കാൾ വലിയ ദോഷം അമേരിക്കയ്ക്ക് വരുത്തിവെക്കുന്നതായും പറഞ്ഞു. ഗർഭത്തിന്റെ അവസാന മാസങ്ങളിൽ അമേരിക്കയിലെത്തി പ്രസവിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ജന്മനാ പൗരത്വം ലഭിക്കുന്നത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് സ്വയമേവ പൗരത്വം ലഭിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ട്രംപിന്റെ ദീർഘകാലത്തിലുള്ള ഒരു ആവശ്യമാണ്. അതേസമയം ഇന്ത്യയെ നരകക്കുഴി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ വിശദീകരണമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്നും
ആ രാജ്യത്തിന്റെ തലപ്പത്ത് തന്റെ ഉറ്റ സുഹൃത്താണുള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുകൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.